നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബന്ധങ്ങളുടെ ഇടയിൽ നടക്കുന്ന പലതരത്തിലുള്ള പീഡനങ്ങളും പുറത്തറിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് നമ്മൾ പല ന്യൂസിലൂടെയും പത്രമാധ്യമത്തിലൂടെയൊക്കെ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ആത്മഹത്യയോ കൊലപാതകമായിട്ടായിരിക്കും അത് പുറമേ അറിയുന്നത്. അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ടു നിന്ന പീഡനത്തിനൊടുവിലായിരിക്കും പലതരത്തിലുള്ള മാനസികവും വൈകാരികവുമായ പീഡനം, ശാരീരികമായിട്ടുള്ള പീഡനം, സെക്ഷലായിട്ടുള്ള അബ്യൂസ്, ഫിനാൻഷ്യൽ അബ്യൂസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത്രയും വൈകി അറിയുന്നു എന്നുള്ളതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ലാക്ക് ഓഫ് ഗുഡ് ലിസണിങ്, അതായത് പുവർ ലിസണിങ് അല്ലെങ്കിൽ കെയർലെസ് ലിസണിങ് എന്നുള്ളതാണ്. രണ്ട്, ഒരു മോറൽ സ്റ്റാൻഡേർഡിന് മാച്ച് ചെയ്ത് ആ റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള സൊസൈറ്റിയുടെ നൽകുന്ന പ്രഷർ. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ കേൾക്കുന്ന കാര്യത്തിൽ നിന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എക്സാക്ട്ലി എന്ന് മനസ്സിലാക്കുന്നതിൽ സംഭവിക്കുന്ന പാകപ്പിഴയാണ്. അതായത് ഒരു നല്ല ലിസണിങ് എന്ന് പറയുമ്പോൾ ഒരു കോംപ്രഹെൻസീവ് ലിസണിങ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വേണ്ടത്. അതായത് ഒരു വ്യക്തി ആ ഒരു പീഡനം നേരിടുന്നുണ്ടെന്ന് പറയുമ്പോൾ എത്ര നാൾ ഇത് നേരിട്ടു, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നേരിട്ടു, ഇത് ഒരു പ്രാവശ്യം നടന്ന ഒരു ഇൻസിഡൻറ്റ് മാത്രമാണോ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ആക്സിഡൻ്റലി നടന്നൊരു കാര്യമാണോ, അല്ലെങ്കിൽ ഇത് ദിവസങ്ങളോളം തുടർന്ന ഒരു കാര്യമാണോ, ആഴ്ചകളോളം നീണ്ടു നിന്ന ഒരു കാര്യമാണോ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ടും ഈ ഒരു പീഡനം ഇതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി കേട്ട് അതൊരു ഡാറ്റ ആയിട്ട് അബ്സോർബ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കാനും അവിടെ നടക്കുന്ന പീഡനം ഐഡൻറ്റിഫൈ ചെയ്യാനും അത് അഡ്രസ്സ് ചെയ്യാനും ആ ഒരു അബ്യൂസ്, ആ ഒരു പീഡനം സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു പൂർ ലിസണിങ് അല്ലെങ്കിൽ ഒരു കെയർലെസ് ലിസണിങ് ഉള്ളതുകൊണ്ട് തന്നെയാണ് സഹായം വേണ്ട ആളുകൾ സഹായത്തിനായിട്ട് കരയുമ്പോഴും സൊസൈറ്റിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് സഹായം കിട്ടാതെ പോകുന്നത്. മെയിൻ റീസണാണ് പൂവർ ലിസണിങ് അല്ലെങ്കിൽ ഒരു കെയർലെസ് ലിസണിങ് എന്ന് പറഞ്ഞൊരു കാര്യം. അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു കാര്യമാണ്. കാരണം ഒരു മോറൽ സ്റ്റാൻഡേർഡിന് മാച്ച് ചെയ്യാനായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ്, പാരൻസിൻ്റെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അമ്മ കുഞ്ഞ് ആയിട്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ അമ്മ തമ്മിലുള്ള ബന്ധങ്ങൾ, അപ്പൻ അമ്മ മക്കളായിട്ടുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവായിട്ടുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങളുടെ വാല്യൂ വളരെയധികം ഗ്ലോറിഫൈ ചെയ്ത് ചിന്തിച്ചുകൊണ്ട് ആ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രം നോക്കിക്കണ്ടുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസ്, ഏതെങ്കിലും തരത്തിലുള്ള പീഡനം നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു പാളിച്ച, ആ ഒരു വീഴ്ച സംഭവിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വർഷങ്ങളോളം പലതരത്തിലുള്ള പീഡനങ്ങൾ നടന്നു കൊണ്ടിരിക്കുമ്പോഴും വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സൂയിസൈഡോ അല്ലെങ്കിൽ കൊലപാതകമോ അതിൽ ചെന്ന് അവസാനിക്കേണ്ടി വരുമ്പോഴും സമൂഹത്തിന് ഇത് മനസ്സിലാക്കാൻ സാധിക്കാതെ, ഇൻ്റർവീൻ ചെയ്യാൻ സാധിക്കാതെ, സഹായം കൊടുക്കാൻ സാധിക്കാതെ പോകുന്നത്. താങ്ക് യു.